അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഞാനൊരു മീഡിയം സൈസ് ഒരു സവാളയും 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതില്ല എങ്കിൽ നമ്മുടെ പച്ചമുളകാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ക്യാപ്സിക്കം കൂടെ ചേർത്ത് നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. വേറെ മസാലപ്പൊടികളൊന്നും ഞാനിതിലോട്ട് ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറണം. പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിന് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു 2-3 ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രെഡിൻ്റെ പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ ഈ ബ്രെഡ് ചേർത്ത സാധനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഈ ബ്രെഡും കൂടെ ചേർത്തിട്ടൊന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ. മല്ലിയില കുറച്ചല്ല, ഞാൻ കുറച്ച് കൂടുതൽ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം, ഉപ്പും എല്ലാം ഉണ്ടാകുമെന്ന് നോക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്വീറ്റും എല്ലാം കൂടെയൊക്കെ നമുക്ക് കിട്ടും. ടൊമാറ്റോ സോസ് കയ്യിലില്ല എങ്കിൽ നമ്മൾ നമ്മുടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ തക്കാളിയാണ് നിങ്ങൾ ചേർക്കുന്നത് എങ്കിൽ സവാളയോടൊപ്പം തന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ട് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ ഒരു സ്പാറ്റുല വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് ഇളക്കി എടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കണ്ടല്ലോ, ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇതാക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ എല്ലാം കൂടെ കിട്ടും. ഇനി നമുക്ക് ഇതിലൊന്ന് ആറാനായിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ മുട്ടേൻ്റെ കൂട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിനെ എടുക്കുക. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാനിതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറിയ സൈസ് മതിയെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനൊരു 4-5 ബ്രെഡ് ഒന്ന് പൊടിച്ച ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. അതും അതിനോടൊപ്പം 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ശക്കല ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് മുക്കി പൊരിക്കാനായിട്ടാണ് ഞാൻ മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾ മൈദ മാവാണെങ്കിലും ഒന്ന് കലക്കിയിട്ട് അതിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫസ്റ്റ് മുട്ടയിലിട്ടിട്ട് എല്ലാ ഭാഗത്തും മുട്ട നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതിന് റൊട്ടിപ്പൊടിയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് റോൾ ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്താ കണ്ടല്ലോ, അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നതെല്ലാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഓയിലിലോട്ട് നമ്മൾ തയ്യാറാക്കിയതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വലിയ കുക്കിംഗ് ടൈമൊന്നും എടുക്കില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരത്തേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ബ്രെഡ് ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് വേറൊരു രുചിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാം റെഡി. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ല ഗോൾഡൻ കളർ ആവുന്ന വരത്തേക്ക് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്ന് വെച്ചാൽ പറയണം. അപ്പോൾ ഞാൻ എല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് സോസോ അത് അല്ലെങ്കിൽ മയോണൈസോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് ഇതൊന്ന് ചെയ്തെടുത്താൽ മതി, കഴിച്ചാൽ മതി. അടിപൊളി രുചിയാണ്. കണ്ടല്ലോ, എല്ലാം ഞാൻ നല്ല രീതിയിലൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലോട്ട് തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.